കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ അവരെ തമ്പുരാൻ രക്ഷിപ്പാനിടയായി. പ്രിയമുള്ളവരെ, കേരളത്തിലും പ്രതികൂലത്തിന്റെ കാറ്റുകൾ വീശുവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആരാധിക്കാൻ കഴിയാതെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുന്നു, ആരാധന സ്വാതന്ത്ര്യം നമ്മളെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആരാധന സ്വാതന്ത്ര്യവും ലഹരിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഭാവത്തു നിന്നുള്ള സ്വാതന്ത്ര്യം തരുവാൻ എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ പാപത്തിന്റെ ബന്ധനത്തിലാണോ, ലഹരിയുടെ ബന്ധനത്തിലാണോ, വ്യക്തിപരമായ ബന്ധനത്തിലാണോ? നിങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും പൈശാചികമാകുന്ന ശക്തി എന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുവാൻ, പാവത്തു നിന്നുള്ള സ്വാതന്ത്ര്യം തരുവാൻ എന്റെ കർത്താവിന് കഴിയും. ആ യേശുവിന്റെ അരികിലേക്ക് വരുവാൻ സ്നേഹാദരവോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ എഫ്രാത്ത ചർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ഒത്തിരി പേര് കേട്ടെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒരു മാനസാന്തരത്തിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ. അത് മതി ഞങ്ങൾക്ക് സന്തോഷകരമായി തീരുമാനം. ഈ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കട്ടെ, തുടർന്നുള്ള മീറ്റിംഗ് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും സ്നേഹത്തിനും ഈ ഏനാത്ത് പട്ടണത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു, നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ.